ഗണപതി ഭഗവാൻ ജനിച്ച കഥ കേൾക്കാം. ഭഗവാൻ ശിവൻ യുദ്ധത്തിനും തപസ്സിനും പോകുന്ന ദിവസങ്ങളിൽ പാർവതി ദേവി ഒറ്റക്കായിരുന്നു കൈലാസത്തിൽ. ദേവി കുളിക്കാൻ പോകുന്ന സമയം ആരും കടന്നു വരാതിരിക്കാൻ തന്റെ ശരീരത്തിലെ ചന്ദനവും മഞ്ഞളും കൊണ്ട് ഒരു ആൺകുട്ടിയുടെ പ്രതിമ നിർമ്മിച്ചു. മാതൃശ്വാസത്താൽ അവന് ജീവൻ നൽകി. ദേവി ആരെയും അകത്ത് കടത്തിവിടരുത് എന്ന നിർദ്ദേശം നൽകി. പുത്രനെ കാവൽ നിർത്തി ദേവി കുളിക്കാൻ പോയി. ആ സമയം അവിടെ എത്തിയ ശിവഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻ തടഞ്ഞു. താൻ പാർവതി പതിയാണെന്നും കൈലാസനാഥൻ ആണെന്നും പറഞ്ഞിട്ട് ബാലൻ ചെവിക്കൊണ്ടില്ല. യുദ്ധത്തിനിറങ്ങിയ ബാലന്റെ ശിരസ് മഹാദേവൻ തന്റെ തൃശൂലത്താൽ ഛേദിച്ചു. ബഹളം കേട്ട് വന്ന പാർവതി ദേവി കാണുന്നത് ഉടലും തലയും വേർപെട്ട് കിടക്കുന്ന തന്റെ പുത്രനെയാണ്. ഇതിൽ കോപകുലയായ ദേവി മഹാകാളി ആയി സകലതും നശിപ്പിക്കാൻ തുടങ്ങി. ഇതേ സമയം ദേഷ്യം തണുത്ത മഹാദേവൻ നന്ദികേശനോട് വടക്കോട്ട് സഞ്ചരിച്ച് ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരാൻ പറഞ്ഞു. ഗജാസുരൻ എന്ന ആനയുടെ തലയുമായി അവർ മടങ്ങിയെത്തി. ആനത്തല നൽകി ഭഗവാൻ പുത്രനെ ജീവിപ്പിക്കുകയും എല്ലാ പ്രാർത്ഥനയിലും അഗ്രഗണ്യൻ എന്ന പദവിയും എല്ലാ ഗണങ്ങളുടെയും അധിപതി എന്ന രീതിയിൽ ഗണപതി എന്ന പേരും നൽകി.